ഇന്നലെ നമ്മൾ ചിന്തിച്ച അതേ വാക്യത്തിൽ നിന്നുകൊണ്ട് ഇന്നും നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് പിതാവാം ദൈവം പുത്രനായ ക്രിസ്തുവിന് മൗനം പാലിച്ചു. പിതാവാം ദൈവം മനസ്സ് തുറന്ന് ക്രിസ്തുവിനെ സഹായിക്കേണ്ട സമയത്ത് ആ ക്രൂശീകരണത്തിൽ നിന്ന്, ആ വേദനയിൽ സഹനത്തിൽ നിന്ന് വിടുവിക്കേണ്ട സ്ഥാനത്ത് പിതാവ് എന്തുകൊണ്ട് പുത്രന്റെ മുമ്പിൽ മുഖം തിരിഞ്ഞു മാറി നിന്നു? ഇതൊരു വലിയ ക്വസ്റ്റ്യനാണ്. നമ്മൾ നമ്മോട് തന്നെ ചോദിക്കുന്ന, നമ്മുടെ കൂട്ടുകാർ, വീട്ടുകാർ, നാട്ടുകാർ, പള്ളിക്കാർ നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങളുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല? നമ്മൾ നമ്മോട് ചോദിക്കാതെ എന്തുകൊണ്ട് എൻ്റെ ദൈവം എന്നെ കൈവിട്ടു, എന്നെ അറിയുന്നില്ല, എൻ്റെ ദൈവം എന്നെ വെറുത്തോ, അതുകൊണ്ടാണോ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാത്തത്? ഒരു വലിയ ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ഒരു ആദ്യത്തെ ഭാഗമാണ് നമ്മൾ ഇന്നലെ രാവിലെ ചിന്തിച്ച് വെച്ചത്. അതേ വാക്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ അതിനുള്ളൊരു ആൻസർ നിങ്ങൾക്ക് നൽകി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. അപ്പം നാം ഇന്നലെ വായിച്ച വാക്യം ഇങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 46-ാം വാക്യം. ഏകദേശം 9 മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മാ ശബത്താനി എന്നുറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അർത്ഥം. അതിന് ഏലി ഏലി ലമ്മാ ശബത്താനി എന്നതിൻ്റെ അർത്ഥം ആ വാക്യത്തിൽ കാണുക. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, യേശു ഉറക്കെ നിലവിളിച്ചു, ഉറക്കെ കരഞ്ഞു. പിതാവാം ദൈവം മൗനമായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ കരഞ്ഞാൽ ആദ്യം ഞാൻ ചിലപ്പോൾ മൗനമായിട്ടിരിക്കും. ഒരു റൊട്ടിക്ക് വേണ്ടിയോ, ഒരു ഐസ്ക്രീമിന് വേണ്ടിയോ, ഒരു ഉടുപ്പിന് വേണ്ടിയോ, ഒരു പെൻസിലിന് വേണ്ടിയോ, ഈ ചെറിയൊരു ചോക്ലേറ്റിന് വേണ്ടിയായിരിക്കാം എൻ്റെ കുഞ്ഞ് കരയുവാണെങ്കിൽ ഞാൻ ആദ്യം ചിലപ്പോൾ മൗനമായിട്ടിരിക്കും, വാങ്ങിച്ചു കൊടുക്കാതെ, കേട്ടില്ല എന്നടിച്ച് ചിലപ്പോൾ 2 വഴക്കൊക്കെ പറയും, മിണ്ടാതിരിക്കുക, അടി തരുമെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞിരിക്കും. പക്ഷെ അപ്പനായ ഞാൻ ഒന്നിലധികം പ്രാവശ്യം കരച്ചിൽ കേൾക്കുമ്പോൾ ഈ മനസ്സ് പിടയും. കാരണം അവൻ്റെ അപ്പനാ ഞാൻ. അപ്പൊ കുഞ്ഞിൻ്റെ കണ്ണുനീരിൻ്റെ മുമ്പിൽ, അവൻ്റെ ആ കരച്ചിലിൻ്റെ മുമ്പിൽ എൻ്റെ മനസ്സലിയും. കാരണം ഞാനൊരു മനുഷ്യനാണ്, ഞാൻ അപ്പനാണ്. അതാണ് പുത്രനും അപ്പനും തമ്മിലുള്ള ബന്ധം. അപ്പൻ എപ്പോഴും പുത്രന്റെ മുമ്പിൽ മനസ്സലിയുന്നവനാണ്. നമ്മുടെ ദൈവം എപ്പോഴും നമ്മുടെ മുമ്പിൽ മനസ്സലിയുന്നവനാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ യേശു എല്ലായിടത്തും മനസ്സലിഞ്ഞിട്ടുണ്ട്. ഭർത്തിമായിക്ക് വേണ്ടി മനസ്സലിഞ്ഞു. 38 വർഷം കുളക്കരെ കിടന്ന വ്യക്തിക്ക് വേണ്ടി യേശു മനസ്സലിഞ്ഞു. കേൾവിയില്ലാതെ വന്ന ആ വ്യക്തിക്ക് വേണ്ടി യേശു മനസ്സലിഞ്ഞു. ആലയത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പോൾ വർഷങ്ങളായി കൂനിയായ സ്ത്രീയെ കണ്ടപ്പോൾ യേശു എന്ത് ചെയ്തു? മനസ്സലിഞ്ഞു. ഒരു പട്ടണം ക്രോസ് ചെയ്യുമ്പോൾ, നൈൻ എന്ന് പറയുന്ന പട്ടണം ക്രോസ് ചെയ്യുമ്പോൾ, ഒരു വിധവയായ ഒരു സഹോദരി തൻ്റെ കുഞ്ഞുമായി മഞ്ചവുമായി വരുന്ന കണ്ടപ്പോൾ അവളെ കണ്ട് യേശു എന്ത് ചെയ്തു? അപ്പം നമ്മുടെ കർത്താവ് ആരാ? മനസ്സലിയുന്നവന. ഇന്നും യേശു മനസ്സലിയുന്നവന. നമ്മുടെ വിഷയത്തിൽ യേശു മനസ്സലിയും, അലിഞ്ഞുകൊണ്ടേയിരിക്കുക. അലിയുന്നത് കൊണ്ടാണ് നാം ഇങ്ങനെ മിടുക്കിയായിട്ടിരിക്കുന്നത്. യേശു മനസ്സലിയുന്നവനാ. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവ ക്രിസ്തുവിനോട് എന്താ മനസ്സലിയാന്? നമ്മൾ ഇന്നലെ ചിന്തിച്ചു, ഗതസമനയിൽ പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ മാറ്റിത്തരണം, മാറ്റി കൊടുത്തില്ല. ഇവിടെ ഇതാ അവസാനം ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുക, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ എന്തിനാ കൈവിട്ട? ചോദ്യം കേട്ടോ, എന്തിനാ എന്നെ കൈവിട്ട? അപ്പൊ കൈവിടപ്പെട്ടവനായി കിടക്കുക ക്രൂശിൽ. ആരുമില്ല. ഇന്നലെ വരെ ഒരുമിച്ചിരുന്ന് വീഞ്ഞു കുടിച്ചവനും അപ്പം തിന്നവനും ഒന്നും കൂടെയില്ല, ക്രൂശിലില്ല. ശിഷ്യന്മാർ ആരും അവിടെയില്ല. യോഹന്നാനും യേശുവിൻ്റെ അമ്മയും കൂടെ, അങ്ങനെയുള്ള ആളുകളല്ലാതെ ശിഷ്യന്മാർ പത്രോസ് പോലും കൂടെയില്ല. ആ ക്രൂശിന്റെ ചുവട്ടിൽ പോലും ഇല്ല. ഇനി എന്തിനേറെ പറയുന്നു, ഭൂമിയിൽ മാത്രമല്ല ഉയരത്തിലെ ദൈവം പോലും ഇപ്പോൾ കൂടെയില്ല. കൈവിട്ടു. ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒരു വിഷയത്തിൽ കൈവിട്ടതുപോലെ പിതാവാം ദൈവം തൻ്റെ പുത്രനായ നമ്മുടെ അപ്പായെ കൈവിട്ടു. ആ കൈവിടൽ അനുഭവിച്ച, ഒറ്റപ്പെടൽ അനുഭവിച്ച ആ മനസ്സ് മരവിച്ചുകൊണ്ട് ചോദിക്കുക, എന്തിനാണ് നീ എന്നെ കൈവിട്ടെ? ഒരു ചെറിയ ചോദ്യമല്ല. അവിടെ കാണുന്ന ഉറക്ക നിലവിളിച്ചു. ഉറക്ക നിലവിളിക്കുന്ന ആരിലും ഉണ്ടോ ഇന്ന്? ഉറക്ക കരയുന്നവർ, വീട്ടിൽ കരയുന്നവർ, പ്രാർത്ഥനാ യോഗങ്ങളിൽ കരയുന്നവർ, വ്യക്തിപരമായ പ്രാർത്ഥനയെ കരയുന്നവർ, മനുഷ്യരോട് കരയുന്നതല്ല, ദൈവത്തോട് ഉറക്ക കരയുന്നവർ. അങ്ങനെയെങ്കിൽ ഉറക്ക കരയുന്ന വിഷയത്തിന് മറുപടിയുണ്ട്. ഉറക്ക നിലവിളിക്കുന്ന വിഷയത്തിന് മറുപടിയുണ്ട്. ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു ഉറക്ക നിലവിളിച്ചു. അപ്പോൾ ദൈവം മൗനമായെങ്കിലും 3-ാം ദിവസം ദൈവം മൗനമായില്ല. ദൂതനെ ഇറക്കി തൻ്റെ പുത്രനെ
കല്ലറയ്ക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്നു. ഞാൻ ഇന്നലെ ഓർപ്പിച്ചു, നമുക്കൊരു ഉയർപ്പുണ്ട്. ദൂതനെ ഇറക്കുന്ന ഒരു സമയമുണ്ട്. എന്നെ കേൾക്കുന്ന വാത്സല്യ ബ്രദർ ആൻഡ് സിസ്റ്റർ, പ്രിയ മാതാവേ പിതാവേ, മോനെ ഇങ്ങോട്ട് നോക്കിക്കേ. നിനക്കു വേണ്ടി ദൂതനെ ഇറക്കുന്ന ഒരു സമയമുണ്ട്. നീ ഭാരപ്പെടേണ്ട. നീ ചോദിച്ചില്ലേ ഈ കല്ലാർ ഉരുട്ടി മാറ്റുമെന്ന്? നീ ചോദിച്ചില്ലേ ഈ വേദന എങ്ങനെ മാറുമെന്ന്? നീ ചോദിച്ചില്ലേ ആരെന്നെ സഹായിക്കുമെന്ന്? നീ ചോദിച്ചില്ലേ എനിക്ക് മാത്രം എന്താ എങ്ങനെയെന്ന്? ദേ, എല്ലാ കാലവും ഈ കല്ലറ അടഞ്ഞു കിടക്കാൻ അനുവദിക്കുകയില്ല. കാരണം എല്ലാ കാലവും പിതാവ് നിനക്ക് മുഖം തിരികെയില്ല. എല്ലാ കാലവും ദൈവം നിനക്ക് മറഞ്ഞിരിക്കുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. തൻ്റെ ഭക്തന്മാർക്കോ അവൻ ഉറക്കത്തി കൊടുക്കുന്നു എന്ന് വേദപുസ്തകത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾ കരയുന്ന വിഷയത്തിന് സ്വർഗം മൗനമായേക്കാം. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം മിണ്ടിയില്ലെന്ന് വന്നേക്കാം. നിങ്ങൾ 40, 21, 7, 4, 3 നിങ്ങൾ ഉപവസിച്ച് പട്ടിണി കിടന്ന വിഷയമായിരിക്കാം. ഒരു റിസൾട്ടും വരാതെ നിങ്ങൾ ആ വിഷയത്തിൽ പരാജയപ്പെട്ടു നിൽക്കുകയല്ല. ഇന്ന് രാവിലെ ആത്മാവിൽ പറയാം, നിങ്ങൾ പരാജയപ്പെട്ടവരല്ല. കർത്താവ് നിങ്ങളെ കൈവിട്ടിട്ടില്ല, നിങ്ങളെ ദൈവം ഉപേക്ഷിച്ചിട്ടില്ല. ഇവിടെ പിതാവിനെ ആമേൻ നോക്കൂ, പുത്രന്റെ മുമ്പിൽ മൗനമായിരുന്നെങ്കിലും ആ പിതാവ് തക്ക സമയത്ത് തൻ്റെ പുത്രനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും തൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അയച്ച് ജീവനുള്ളവനായി പുറത്തു കൊണ്ടുവന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പുറത്തു വരുന്നൊരു സമയമുണ്ട്. എന്നും നിങ്ങൾ നാറ്റം വെച്ച് കിടക്കാൻ, അഴുകിക്കിടക്കാൻ, പരാജയപ്പെട്ട് കിടക്കാൻ, നിരാശപ്പെട്ട് കിടക്കാൻ ദൈവം അനുവദിക്കുകയില്ല. ആ പട്ടണത്തിൽ നീ പുറത്തു വരും, ആ വീട്ടിൽ നീ പുറത്തു വരും, ആ ജോലിയിൽ നീ പുറത്തു വരും, ആ കുടുംബജീവിതത്തിൽ നീ പുറത്തു വരും. എവിടെയാണോ നിന്നെ ബന്ധിച്ചിട്ടിരിക്കുന്നത്, എവിടെയാണോ നിന്നെ തടഞ്ഞു വെച്ചിരിക്കുന്നത്, ഏത് ബന്ധനത്തിനകത്താണോ നീ കിടക്കുന്നത്, അതിനകത്ത് നിന്ന് സ്വർഗം നിന്നെ പുറത്തു കൊണ്ടുവരും. വിശ്വസിക്ക്, കർത്താവ് നിന്നെ പുറത്ത് കൊണ്ടുവരും. നിലവിളി കേൾക്കുമ്പോൾ ഉത്തരം യേശു അരുളും. വിശ്വസിക്കാമോ? യേശു ഉത്തരം അരുളും. എന്തുകൊണ്ടാണ് പിതാവാം ദൈവം പുത്രനെ അങ്ങനെ മറന്നു കളഞ്ഞത്? അല്പനേരത്തേക്ക് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിനകത്ത് ആ വാക്യം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മുടെ രോഗങ്ങൾ വഹിക്കാൻ, നമ്മുടെ ശാപങ്ങൾ വഹിക്കാൻ യേശു കർത്താവിനെ പിതാവിൻ്റെ മനസ്സ് അല്പം ഒന്ന് മാറ്റിവെക്കേണ്ടി വന്നു. റോമാലേഖനം 8-34 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പിതാവിൻ്റെ വലതുവശത്ത് പുത്രനെ ഇരുത്തേണ്ടതിന് അല്പദിവസത്തേക്ക്, അല്പമണിക്കൂറത്തേക്ക്, അല്പമിനിറ്റിലേക്ക് പിതാവാം ദൈവം പുത്രനെ മറക്കേണ്ടി വന്നു. നമുക്ക് വേണ്ടി ക്രിസ്തുവിനെ പക്ഷപാതം ചെയ്യിക്കാൻ ഒരു മീഡിയേറ്ററായി, ഒരു മധ്യസ്ഥനാക്കി പുത്രനെ തീർക്കേണ്ടതിനും നമുക്ക് വേണ്ടി സദാകാലം സ്വർഗത്തിൽ വാദിച്ചു കൊണ്ടിരിക്കാനും പിതാവാം ദൈവം പുത്രനെ അല്പസമയത്തേക്ക് മുഖം തിരിഞ്ഞ് നിൽക്കേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ആത്മാവിൽ ഞാൻ പറയാം, ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. നമ്മൾ ചിന്തിക്കും, ഇനിയും പ്രാർത്ഥിക്കണോ, ഇനിയും പള്ളിയിൽ പോകണോ, ഇനിയും അച്ഛന്മാരുടെയും പാസ്റ്റർമാരുടെയും പുറകിൽ പോകണോ, ഇനിയും വേദപുസ്തകം വായിക്കണോ, പാട്ട് പാടണോ? നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകും. പക്ഷെ ആത്മാവിൽ ഞാൻ പറയാം, നിങ്ങളത് കണ്ടിന്യൂ ചെയ്യണം. പ്രാർത്ഥിക്കണം, കരയണം. എപ്പോൾ വരെ? മറുപടി കിട്ടുന്നിടം വരെ. കാരണം ചില വിഷയത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഡിലേ ആകുന്നത് അതിനേക്കാൾ വലിയ ആഴമായ ഒരു വിടുതൽ നമുക്ക് ദൈവം ചെയ്യാനാ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ ദൈവം ചെയ്യാനാ, നമ്മുടെ വീട്ടിൽ ദൈവം ചെയ്യാനാ. നമ്മൾ പ്രതീക്ഷിക്കാത്ത നന്മകൾ നമുക്ക് തരാനാ, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാനാ, നമ്മുടെ ജീവിതത്തിൽ വലിയ വിശാലത വരുത്താനാ ദൈവം ചില സമയങ്ങളിൽ മൗനമായിരിക്കുന്നത്. ഗതസമന തോട്ടത്തിൽ പിതാവാം ദൈവം പുത്രന് മൗനമായെങ്കിൽ, അരിമത്യക്കാരൻ യോസഫിന്റെ കല്ലറയിൽ പുത്രന് വേണ്ടി പിതാവ് മൗനമായില്ല. ദൂതനെ ഇറക്കി കല്ലുരുട്ടി നീക്കി, പ്രശ്നത്തിന് പരിഹാരം വരുത്തി. ഇന്ന് പിതാവിൻ്റെ വലതുപക്ഷത്ത് നമുക്ക് വേണ്ടി ഇരുത്തി, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു മധ്യസ്ഥനാക്കി യേശുവിനെ അവിടെ ഇരുത്തി.
യെശയ്യാവിന്റെ പുസ്തകത്തിൽ 53-4 വായിക്കുന്ന പോലെ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം തന്നു. നോക്കൂ, ഇതെല്ലാം നമുക്ക് ലഭിക്കേണ്ടതിന് പുത്രനെ ക്രൂശിലേക്കൊന്ന് വിരിച്ചിടേണ്ടത് പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ ഈ സന്ദേശം ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം പ്രവൃത്തിയിൽ വലിയവനാണ്. നമ്മുടെ കണ്ണുനീര് കർത്താവ് കാണുന്നുണ്ട്, നമ്മുടെ നൊമ്പരങ്ങൾ, ആവശ്യങ്ങൾ, അത്യാവശ്യങ്ങൾ. പക്ഷെ ചില സമയങ്ങളിൽ ഇതൊന്നും നടക്കാതെ വരുമ്പോൾ മാനസികമായ നിലയിൽ നമ്മൾ തളർന്നു പോകും, ടയർഡാവും. പക്ഷെ ആത്മാവിൽ പറയാം, നിരാശപ്പെടേണ്ട. വിളിച്ച ദൈവം വിശ്വസ്തൻ. അവൻ നിങ്ങളെ വഴിയിൽ ഇട്ടിട്ട് പോകില്ല. ആ പട്ടണത്തിൽ, ആ വീട്ടിൽ, ആ ജോലിയിൽ, ആ ശുശ്രൂഷയിൽ നിങ്ങൾ പുതിയ നന്മകൾ കാണും, അനുഗ്രഹിക്കപ്പെടും. ദൈവം നിങ്ങളെ ഉയർത്തും. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല ചിന്തയ്ക്കായി സ്തോത്രം. ഇന്നലെ ഇന്നുമായി ഈ വചനത്തിൽ കൂടെ ഞങ്ങളോട് പറഞ്ഞ ദൈവിക ശബ്ദത്തിനായി സ്തോത്രം. ഞങ്ങൾ തകർന്നു പോകണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ചില സാഹചര്യങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് മൗനമായിക്കൊണ്ടേയിരിക്കുന്നു. അത് ഞങ്ങൾക്ക് മനസ്സിലായി. കർത്താവെ, അങ്ങയുടെ ഇഷ്ടം പോലെ, അങ്ങയുടെ ആഗ്രഹം പോലെ ഞങ്ങളാകേണ്ടതിന് ആ കൃപയിൽ ഞങ്ങളെ മറയ്ക്കണേ. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ഇവരെ മാനിക്കണം, ഇവരുടെ കണ്ണുനീരിന് മറുപടി കൊടുക്കണം, ഇവരുടെ കുടുംബത്തെ വർദ്ധിപ്പിക്കണം, അനുഗ്രഹിക്കണം. അവരുടെ എല്ലാ നന്മകളും സഫലമായി വരട്ടെ, അഭിവൃദ്ധി പ്രാപിക്കട്ടെ. കർത്താവെ, ക്രൂശിൽ യേശു കിടന്ന് നിലവിളിച്ചും ആ നിലവിളി 3-ാം ദിവസം കല്ലറയിൽ ജീവനുള്ള ദേഹിയായി ക്രിസ്തു പുറത്തു വന്നതുപോലെ കൈവിടാത്ത പിതാവ് പുത്രനെ ചേർത്ത് വെച്ച് ജീവനോടെ പുറത്തു കൊണ്ടുവന്നതുപോലെ ഞങ്ങളെയും പുറത്തു കൊണ്ടുവരുന്ന സ്നേഹത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അതേ പ്രിയരെ, നിങ്ങൾ പുറത്തു വരും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കുടുംബം ഉയർച്ച പ്രാപിക്കും. ഈ വചനം നിങ്ങൾക്ക് ആശ്വാസമാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ദിവസം അടുത്തൊരു ചിന്തയുമായി ഒരുമിച്ച് കൂടാം. ദൈവം നിങ്ങളെ അഭിവൃദ്ധിയോടുകൂടെ മാനിക്കട്ടെ. ആമേൻ.